بسم الله الرحمن الرحيم لا أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد أيحسب أن لن يقدر عليه أحد يقول أهلكت مالا لبدا أيحسب أن لم يره أحد ألم نجعل له عينين ولسانا وشفتين وهديناه النجدين ما شاء الله. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ഖുർആൻ ഷരീഫിനെ നല്ല രീതിയിൽ അത് പാരായണം ചെയ്യുവാനും പഠിക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. സൂറത്തുൽ ബലദിൻ്റെ തഫ്സീർ അതിൻ്റെ 3-ാമത്തെ പാർട്ടിലേക്കാണ് ഇന്നത്തെ ദിവസം നമ്മൾ കടക്കുന്നത്. കഴിഞ്ഞു പോയ ക്ലാസ്സുകൾ കേൾക്കാത്തവർ നമ്മുടെ ഗ്രൂപ്പിൽ അത് പോസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ കൈകളിൽ അള്ളാഹു നൽകിയത് അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖാണ്, വലിയ ഭാഗ്യമാണ് സഹോദരൻ. അള്ളാഹു ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെ സെലക്ട് ചെയ്ത് തിരഞ്ഞെടുത്ത് നമ്മുടെ കയ്യിൽ മുഅ്മിൻ്റെ ഈമാൻ്റെ അഹലുകാരായ ഇസ്ലാമിൻ്റെ ദീനിൻ്റെ അഹലുകാരായ നമ്മുടെ കയ്യിലാണ് അള്ളാഹു ഖുർആൻ നൽകിയത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അഥവാ നമ്മൾ ഇതിൻ്റെ വിലയും മഹത്വവും നമ്മൾ കൽപ്പിച്ചില്ല എങ്കിൽ, ഇതിനോടുള്ള കടമകൾ നമ്മൾ വീട്ടിയില്ല എങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷണങ്ങൾ അവൻ്റെ ഭാഗത്തു നിന്നുള്ള അതികഠിനമായ തരത്തിൽ പ്രത്യേകിച്ച് വിശ്വാസികൾ മുസ്ലിമീങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളുണ്ടാകും. ഒരു വലിയ മഹാപണ്ഡിതനാണ് അദ്ദേഹം, ഷെയ്ഖ് ഹർദോയി ഹസരത്ത്. അദ്ദേഹം വഫാത്തായിപ്പോയി. അദ്ദേഹം പറയുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ മജ്ലിസുകളിൽ പറയുമായിരുന്നു, ഇന്ന് ലോകത്ത് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ മുസ്ലിമീങ്ങളുടെ മേൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനോടുള്ള അവൻ്റെ കലാമിനോടുള്ള കടമകൾ അവഗണിച്ചുകൊണ്ട് അത് കേവലം ആരെങ്കിലും മരിച്ചുപോയാൽ മാത്രം ഓതാൻ വേണ്ടി മാറ്റി ഒരു മൂലയ്ക്ക് വെച്ചിരിക്കുകയാണ്. ജീവിച്ചിരിക്കുന്ന നമുക്ക് വേണ്ടിയാണ് അള്ളാഹു ഇറക്കി തന്നത്. ജീവിച്ചിരിക്കുന്ന നമുക്ക് വേണ്ടിയാണ്, ജീവിച്ചിരിക്കുന്ന എനിക്ക് വേണ്ടി. ഞാൻ ഓതണം, പഠിക്കണം, എൻ്റെ ജീവിതത്തിൽ പകർത്തണം, എൻ്റെ കുടുംബത്തെയും മക്കളെയും ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ അതിനു വേണ്ടിയാണ് അള്ളാഹു തന്നത്. അഥവാ നമ്മുടെ ജോലി തിരക്കുകളുടെ മറ്റു കാരണങ്ങളുടെ പേരിൽ നമ്മൾ അതിനോടുള്ള ഹക്ക് വീട്ടിയില്ല എങ്കിൽ അള്ളാഹു മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും. അള്ളാഹു നമ്മളെ ജോലി തിരക്കുകൾ കൊണ്ട് നമ്മളെ പൂർണ്ണമായിട്ടും കുരുക്കിക്കളയും. അള്ളാഹുവിനെ ഓർക്കുന്നതിനോ അവനെ സ്മരിക്കുന്നതിനോ അവനെ ഇബാദത്ത് ചെയ്യുന്നതിനോ അവൻ്റെ കലാം പഠിക്കുന്നതിനോ ഉള്ള സമയങ്ങൾ തരാതെ നമ്മൾ ദുനിയാവിൻ്റെ ജോലികളിൽ അള്ളാഹു കുരുക്കിക്കളയും. 2 ദിവസം മുമ്പ് എൻ്റെ വീട്ടിലൊരു സഹോദരൻ, എൻ്റെ അടുത്തൊരു സുഹൃത്താണ്, അദ്ദേഹത്തിൻ്റെ കുറച്ച് ഫാമിലി ഇഷ്യൂകളുണ്ട്, അത് സംസാരിക്കാൻ എൻ്റെ വീട്ടിൽ വന്നു. ഞങ്ങൾ 1 മണിക്കൂറോളം ഒരുമിച്ചുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്, ഭയങ്കര തിരക്കുള്ള ആളാണ്. അദ്ദേഹം ഒരു കാര്യം എന്നോട് പറഞ്ഞു, ഞാൻ ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞു, ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ദിവസവും 2 മണിക്കൂർ ഞാൻ ഖുർആൻ ഓതും. എന്താ പറഞ്ഞു? ദിവസവും 2 മണിക്കൂർ ഞാൻ ഖുർആൻ ഓതും. ഞാൻ പോലും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ, ഞാനൊരു ഖുർആൻ ഹാഫിളാണ്, എനിക്ക് പോലും ചിലപ്പോൾ 2 മണിക്കൂർ ഓതാൻ സമയം കിട്ടത്തില്ല. ഞാൻ ലജ്ജിച്ച് തല താഴ്ത്തിപ്പോയി. ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്ര സമയം കിട്ടുന്നത്? നിങ്ങൾക്ക് ഇത്രയും ബിസിനസ്സിൻ്റെ ഓട്ടങ്ങളും തിരക്കുകളും അല്ലേ? സാധാ വിചാരിച്ചാൽ എല്ലാവർക്കും സമയം കിട്ടും. സുബഹി നമസ്കാരത്തിന് ശേഷം 1 മണിക്കൂറോളം ഇശ്റാഖ് വരെയുള്ള സമയമുണ്ട്. ആ സമയത്ത് ഓതും. പിന്നെ കിട്ടുന്ന സമയങ്ങളെല്ലാം ഓതും. വണ്ടി വെച്ച് ഓതും, യാത്രക്കിടയിൽ ഓതും. ഖുർആനുമായിട്ടുള്ള ലയിച്ചുള്ള ജീവിതം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെ ഒരക്ഷരം, മൻ ഖറഅ ഹർഫൻ മിൻ കലാമില്ലാഹ് ഫലഹു ബിഹി ഹസന. ആരെങ്കിലും പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെ ഒരക്ഷരം ഉരുവിട്ട് കഴിഞ്ഞാൽ അവനൊരു നന്മയാണ്. ഫൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ. ഒരു നന്മ എന്ന് പറഞ്ഞാൽ അത് 10 ഇരട്ടിയാണ്.
ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ, ഒരിക്കലും ഞാൻ പറയുകയില്ല അലിഫ് ലാം മീം ഒരക്ഷരമാണ്. വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ലാം മീം എന്ന് പറയുമ്പം 3 അക്ഷരം എന്ന് പറഞ്ഞാൽ 30 നന്മയാണ്. സുബ്ഹാനല്ലാഹ്. ആ അലിഫ് ലാം മീം നമ്മൾ ഒരു നിസ്കാരത്തിൽ ഓതുമ്പോഴോ അതിൻ്റെ പ്രതിഫലം വീണ്ടും കൂടി, പള്ളിയിൽ നിന്ന് ഓതുമ്പോഴോ വീണ്ടും അതിൻ്റെ പ്രതിഫലം കൂടി, തറാവീഹിന് ഓതുമ്പോഴോ റമളാനിൽ ഓതുമ്പോഴോ വീണ്ടും അതിൻ്റെ പ്രതിഫലം ഇരട്ടിക്കിരട്ടി. ഇപ്പം എൻ്റെ സലീം സാഹിബ് ഇവിടെ ഇരുന്നിട്ട് ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, എത്ര അക്ഷരമുണ്ട്? ലാ, ലാം, അലിഫ്, പിന്നെ ഉഖ്സിമു അല്ലേ, ഉഖ്സിമു, ഹംസ, ഖാഫ്, സീൻ, മീം, എത്ര അക്ഷരമായി? ഹംസ, ഖാഫ്, സീൻ, മീം, 4 അക്ഷരം. 4 3 7. ബിഹാദ, ബി 8, ഹാദ 9, ലാ അലിഫ് 10. വെറും ലാ ഉഖ്സിമു ബിഹാദ അൽ ബലദ്, അലിഫ്, ലാം, ബ, ലാം, ദാൽ 15 അക്ഷരം. വെറും ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് എന്ന് പറഞ്ഞപ്പം എത്രയായി? 150 നന്മ. എത്ര? 150 നന്മ നമ്മുടെ ആഖിറത്തിന്റെ മീസാനുൽ ഹസനാത്തിൽ എഴുതപ്പെട്ട് കഴിഞ്ഞു. വെറും ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് എന്ന് മാത്രം. പഠിക്കുന്ന വിദ്യാർത്ഥികളായ ഓരോരുത്തർ ദാരിസ്യങ്ങൾ എത്രയോ പ്രാവശ്യം അതിനെ റിപ്പീറ്റ് ചെയ്ത് ഓതും. ഓരോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഓതുമ്പോഴും അതിൻ്റെ നന്മയ്ക്ക് ഇരട്ടിയായിട്ട് ഇങ്ങനെ കൂടുകയാണ്. ഇതൊരു ഭാഗ്യമാണ് സഹോദരങ്ങളെ. ഒരാൾ നഷ്ടപ്പെട്ടു പോയാൽ അതിനുള്ള ഭാഗ്യം നഷ്ടപ്പെട്ടു പോയി. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ സമയം കളയുവാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വെറുതെ സംസാരിച്ചും കേട്ടും പറഞ്ഞ് ഇങ്ങനെ അവൻ്റെ സമയങ്ങൾ കളയുവാണ്. അള്ളാഹു മാപ്പാക്കി തരുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഹരമാക്കി, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനീസാക്കി, ഏറ്റവും നല്ല കൂട്ടുകാരൻ, ബെസ്റ്റ് ഫ്രണ്ടാക്കി മാറ്റി സഹോദരങ്ങളെ. ജീവിതം നമുക്ക് ശരിക്കും അനുഭവിക്കാൻ കഴിയും, ആസ്വദിക്കാൻ കഴിയും. ആ ഒരു രസവും. നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ഖുർആനിൽ നമ്മൾ ലയിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമുക്കൊരു ടെൻഷനായിട്ട് തോന്നത്തില്ല. ആ ടെൻഷനുകളൊക്കെ അള്ളാഹു മാറ്റിത്തരും. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഒന്ന്, ഖുർആൻ നമ്മൾ ഓതുക, പഠിക്കുക, വായിക്കുക, കേൾക്കുക. ഒന്ന്. മറ്റൊന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ജഅൽ ഖുർആന റബീഅ ഖൽബി, അള്ളാഹു നീ പരിശുദ്ധ ഖുർആനിൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കി തരണം. വനൂറ ബസരി, എൻ്റെ കണ്ണിൻ്റെ പ്രകാശമാക്കി തരണം. വശിഫാഹ ഹമ്മി വഗമ്മി, എൻ്റെ വിഷമങ്ങൾക്ക് ദുഃഖങ്ങൾക്കെല്ലാം നീ മെഡിസിനാക്കി തരണം. വസായിഖന ഇലാ ജന്നാത്തിക ജന്നാത്തിക നഈം, സ്വർഗത്തിലേക്ക് എൻ്റെ അനുഗ്രഹങ്ങളുടെ കമനീയ കലറായ സ്വർഗത്തിലേക്ക് നയിക്കുന്ന ഒരു വഴികാട്ടിയാക്കി, ഒരു സായിക്കാക്കി തരണം. ഇതുമുള്ളവർ ആ ഒരു ലെവലിലേക്ക് എത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. ഒരുപാട് നമ്മൾ റബ്ബിൻ്റെ മുമ്പിൽ കരഞ്ഞു ദുആ ചെയ്യും. അള്ളാഹു നമ്മൾ ആ ലെവലിലേക്ക് എത്തിക്കും. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഞാൻ സത്യം ചെയ്ത് പറയുന്നു, ബിഹാദൽ ബലദ്, ഈ നാടിനെ കൊണ്ട് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ കാബ ഷരീഫ് നിലകൊള്ളുന്ന പുണ്യമക്കയെ, പുണ്യമായ മക്ക എന്ന് പറയുന്ന പ്രദേശത്തെ, ആ നാടിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്ത് പറയും. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, അങ്ങാകട്ടെ ഹില്ലുൻ ബിഹാദൽ ബലദ്, വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, അങ്ങ് ഈ നാടിൽ ഇറങ്ങി താമസിച്ചാളാണ്. അങ്ങയുടെ വരവോടുകൂടി ഈ നാടിൻ്റെ മഹത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി. വഅൻത ഹില്ലും ബിഹാദൽ ബലദ് വവാലിദിൻ വമാ വലദ്, വവാലിദിൻ ഓരോ പിതാവിനെ കൊണ്ട് സത്യം, വമാ വലദ് ഓരോ പിതാവും ജന്മം നൽകിയ സന്താനങ്ങളെ കൊണ്ട് സത്യം. അതിൻ്റെയൊക്കെ വിശദീകരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കഴിഞ്ഞു പോയതാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് അപേക്ഷിക്കുക. വവാലിദിൻ വമാ വലദ്, ഈ സത്യങ്ങളെല്ലാം ചെയ്തിട്ട് അല്ലാഹു എന്താ പറഞ്ഞത്? എന്താ ആണയിട്ട് പറഞ്ഞത്? എന്താ? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, തീർച്ചയായിട്ടും മനുഷ്യനെ നാം സൃഷ്ടിച്ചു ഫീ കബദ്, കബദിലായിട്ട് എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ. ദുനിയാവിൻ്റെ ജീവിതം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് എന്താണ്, എല്ലാ നിലയിലും അല്ലാഹു സുബ്ഹാനഹു കംഫർട്ടബിളാക്കി, അല്ലെങ്കിൽ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ ടെൻഷനുകളോ ഒന്നും ഇല്ലാത്ത രീതിയിലല്ല അല്ലാഹു ആക്കി. ജീവിതത്തിനകത്ത് കയറ്റങ്ങൾ ഇറക്കങ്ങളുണ്ടാകും. ചിലപ്പോൾ നല്ല സന്തോഷങ്ങളുണ്ടാകും, ചിലപ്പോൾ ചില ദുഃഖങ്ങളുണ്ടാകും, വേദനകളുണ്ടാകും, ടെൻഷനുകളുണ്ടാകും, പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ടുള്ള പരീക്ഷണങ്ങളുണ്ടാകും.
ചിലപ്പോൾ നല്ല ജോലികളുണ്ടാവും, ആ ജോലി നഷ്ടപ്പെട്ടുകൊണ്ടുണ്ടാവും. ചിലപ്പോൾ ജോലിക്കകത്ത് തന്നെ കുടുംബത്തിലുള്ള പ്രയാസങ്ങളുണ്ടാവും, മക്കളെ കൊണ്ട് ഒക്കെ പലതരത്തിലുള്ള വിഷമങ്ങളുണ്ടാവും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാന്ത്വനപ്പെടുത്തുവാണ്. തങ്ങളെ അങ്ങ് വന്ത ഹെല്ലും ബിഹാദൽ ബലദ്, അങ്ങ് ഇത്രയും സമുന്നതമായ സ്ഥാനത്തിലും പദവിയിലും എത്തി. പക്ഷേ അങ്ങയുടെ നാട്, ഈ സമൂഹം, മക്കാർ അങ്ങയുടെ വില മനസ്സിലാക്കുന്നില്ലല്ലോ. അങ്ങ് ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി അവർ നോക്കുന്നത്. അങ്ങ് വിഷമിക്കണ്ട. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്. മനുഷ്യനെ നാം സൃഷ്ടിച്ചിരുന്ന കുറേ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെയാണ്. പക്ഷെ ഒരു മുഅ്മിൻ അതിൽ ക്ഷമിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ അവൻ്റെ മഹത്വവും പദവിയും സ്ഥാനവും ഉയർത്തിക്കൊണ്ടേയിരിക്കും. ആർക്ക്? പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്ന മുഅ്മിൻ, പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്ന വിശ്വാസി. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ് അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്. അയഹ്സബു എന്താർത്ഥം? അവൻ വിചാരിക്കുകയാണ്, അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്, അവൻ്റെ മേൽ ആർക്കും കഴിവുണ്ടാവുകയില്ല, അല്ലെങ്കിൽ അവനെ ആരും കീഴ്പ്പെടുത്തുകയില്ല എന്ന് വിചാരിക്കുകയാണ്. അതിൻ്റെ ആയത്തിൻ്റെ പശ്ചാത്തലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞതാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒന്നുമല്ല. അവൻ വിചാരിക്കുന്നവൻ എന്തൊക്കെയോ ആയിരുന്നു. അബുൽ അഷദ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഭയങ്കര ശക്തനായിരുന്നു. എന്നെ ആർക്കും ഒന്നും കീഴ്പ്പെടുത്താൻ കഴിയത്തില്ലെന്ന് അല്ലാഹ് പറയാണ്. അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്. യഖൂലു, അവൻ പറയുകയാണ്, അഹ്ലക്തു മാലൻ ലുബദ, ഒരുപാട് പൈസ ഞാൻ ചെലവഴിച്ചു, പിന്നെ ഇനി ഞാൻ ചെലവഴിക്കാനാണോ? പിശുക്ക് കാരണം. യഖൂലു അഹ്ലക്തു മാലൻ ലുബദ. അല്ലാഹ് പറയാണ്, അയഹ്സബു അല്ലം യറഹു അഹദ്. അവൻ വിചാരിക്കുകയാണ്, അല്ലം യറഹു അഹദ്, അവനെ ആരും കാണുന്നില്ലെന്ന് അവൻ വിചാരിക്കുകയാണോ? അള്ളാഹു പറയുകയാണ്, അവൻ്റെ എല്ലാ കാര്യങ്ങളും സസൂക്ഷ്മം നാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. എല്ലാ ഭാഗത്തും നിന്റെ ഓരോ അനക്കമടക്കങ്ങൾ വീക്ഷിക്കുന്നതിനുള്ള ക്യാമറ കണ്ണുകളുണ്ട്. അള്ളാഹുവിൻ്റെ ക്യാമറയെ ലോകത്താർക്കും മായ്ക്കാനോ ഡിലീറ്റ് ചെയ്യാനോ ഒന്നും കഴിയില്ല. എല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹങ്ങളെ എടുത്തു പറയുകയാണ്. സഹോദരൻ, അത്യത്ഭുതങ്ങളെ എടുത്തു പറയുകയാണ്. അതിൽ ഒന്നാമത് അള്ളാഹ് പറഞ്ഞ എന്താ? അലം നജ്അൽ ലഹു ഐനൈൻ. നോദിയേ, അലം നജ്അൽ ലഹു ഐനൈൻ. ഈ ആയത്തിന്റെ തഫ്സീർ നമുക്ക് ഇന്നത്തെ ദിവസം പറയാം. അലം നജ്അൽ ലഹു ഐനൈൻ, നാം അവന് രണ്ട് കണ്ണുകൾ നൽകിയില്ലേ? എന്താ പറഞ്ഞേ? നാം അവന് രണ്ട് കണ്ണുകൾ നൽകി. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ശരീരത്തിൽ നൽകപ്പെട്ടിട്ടുള്ള ഇന്റേണൽ ഓർഗൻസ്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ, പുറത്തും പുറത്തുമുള്ള എന്തെല്ലാം അവയവങ്ങളുണ്ടോ, അവയവങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള അള്ളാഹുവിൻ്റെ അത്യത്ഭുതമായ, അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ ഒരവയവമാണ് കണ്ണ്. ഇത്ര വലിയ നിഅമത്താണ് സഹോദരങ്ങൾ. ഈ കണ്ണുകൊണ്ടല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നത്? ഈ കണ്ണുകൊണ്ടല്ലേ ആകാശഭൂമികളുടെ വിശാലമായ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ഈ കണ്ണുകൊണ്ടല്ലേ കാണാൻ കഴിയും? സാധാരണ നമ്മൾ പറയാറുണ്ട്, കണ്ണില്ലാത്തവന് മാത്രമേ കണ്ണിൻ്റെ വില അറിയുകയുള്ളൂ. കണ്ണ് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ വെളിച്ചമാണ്, പ്രകാശമാണെന്ന് പറയാറുണ്ട്, അല്ലേ? എത്ര വലിയ അനുഗ്രഹമാണ് സഹോദരങ്ങളെ. ഒരു മനുഷ്യൻ അവൻ്റെ പിതാവിനെ മാതാവിനെ കാണണമെങ്കിൽ കണ്ണ് വേണ്ടേ? അള്ളാഹു നൽകിയ പരിശുദ്ധമായ ഖുർആൻ അത് പാരായണം ചെയ്യണമെങ്കിൽ കണ്ണ് വേണ്ടേ? കാഴ്ച വേണ്ടേ? ഈ കണ്ണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചവൻ നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ അത്ഭുതം എത്രത്തോളം വലിയ അത്ഭുതമാണ്. കാരണം പടച്ചവനെ മനസ്സിലാക്കണമെങ്കിൽ ഖുർആൻ ഷരീഫിൻ്റെ വിവിധങ്ങളായ ആയത്തുകൾ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. എന്നെ മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം നിങ്ങൾ നോക്കേണ്ടത് വഫി അൻഫുസിക്കും, നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കിയാൽ മതി. വഫി അൻഫുസിക്കും അഫല, എന്താണ് ഫി അൻഫുസിക്കും ലാ തുബ്സിറൂൻ, അല്ലേ? നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് നോക്കുന്നില്ലേ? അള്ളാഹുവിൻ്റെ ആയത്തുകൾ നിങ്ങളുടെ ശരീരങ്ങളിലുമുണ്ട്, ചക്രവാളങ്ങളിലുമുണ്ട്. എൻ്റെ ദൃഷ്ടാന്തങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ മനസ്സിലാക്കാനാകില്ല. അള്ളാഹുവിൻ്റെ ശരീരത്തിൻ്റെ അള്ളാഹു നൽകിയ മനുഷ്യൻ്റെ ശരീരം അള്ളാഹുവാണ് നിർമ്മിച്ചത്, സൃഷ്ടിച്ചത്, അല്ലേ? ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നും, നുത്ഫയിൽ നിന്നും, പിന്നെന്താക്കി മാക്കി? നുത്ഫത്തിൻ ഫഖലഖനൻ നുത്ഫത അലഖത്തൻ, രക്തക്കട്ടയാക്കി. ഫഖലഖനൽ അലഖത മുദ്ഗത്തൻ, ആ രക്തക്കട്ടയെ മാംസക്കട്ടയാക്കി. ഫഖലഖനൽ മുദ്ഗത ഇലാമൻ, ആ മാംസക്കട്ടയെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലുകളാക്കി. പിന്നെന്ത് ചെയ്ത്? ഫകസൗനൽ ഇലാമ ലഹ്മ, പിന്നീട് ആ എല്ലുകളെ മാംസം കൊണ്ട് പൊതിഞ്ഞു.
പിന്നീട് നാം അവനെ ഒരു നല്ല സൃഷ്ടിയാക്കി മാറ്റി. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും മനോഹരമായ സൃഷ്ടിയാക്കി അള്ളാഹു സൃഷ്ടിച്ചു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കണ്ണ് അള്ളാഹ് പറയുകയാണ്, അലം നജ്അൽ ലഹു ഐനൈൻ, ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം നിങ്ങൾ ഓരോന്ന് എടുത്തിട്ട് നിങ്ങളൊന്ന് റിസർച്ച് ചെയ്യ്, എന്നെക്കുറിച്ച് മനസ്സിലാക്കാൻ, എൻ്റെ ശക്തി വൈഭവത്തെക്കുറിച്ചും എൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ചും എൻ്റെ കഴിവിനെക്കുറിച്ചും എൻ്റെ അളമത്തിനെക്കുറിച്ചും മനസ്സിലാക്കാൻ ഓരോ അവയവങ്ങളെക്കുറിച്ചും നിങ്ങൾ റിസർച്ച് ചെയ്യും. എന്നിട്ട് അള്ളാഹ് പറയുന്നുണ്ട്, ആദ്യം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിങ്ങളുടെ കണ്ണുകളെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നു, പഠിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ ശരീരത്തിന്റെ അവയവങ്ങളുടെ കൂട്ടത്തിൽ വളരെ സെൻസിറ്റീവായ അവയവമാണല്ലേ, വളരെ നേർത്ത ലോലമായ അവയവം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും മുകളിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. കൈകളെ പോലെ, കാലുകളെ പോലെ, കൈകളെ പോലെ, മറ്റ് അവയവങ്ങളെ പോലെ താഴോട്ടെവിടെയെങ്കിലും ആണ് കണ്ണുകൊണ്ട് ഫിറ്റ് ചെയ്തെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെ തന്നെ ആ കണ്ണുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടി 2 ദ്വാരങ്ങളുണ്ടാക്കി. മൂക്ക് പോലെ, ചെവി പോലെ, അല്ലെങ്കിൽ കൈകൾ പോലെ പുറത്തല്ല കണ്ണല്ല വെച്ചിരിക്കുന്നത്, 2 കുഴികളുണ്ടാക്കി അല്ലേ. ആ 2 കുഴികളുണ്ടാക്കിയിട്ട് ആ കുഴികളുടെ ഉള്ളിൽ അള്ളാഹു തആല കണ്ണുകൾ വെച്ചു. എന്നിട്ട് വീണ്ടും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി 2 കൺപോളകൾ അല്ലേ, കൺപോളകൾ ഓട്ടോമാറ്റിക് അത് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. കൺപോളകളെ കൺപോളകൾ മാത്രമല്ല, കൺപോളകൾക്ക് ശേഷം അള്ളാഹു തആല പിന്നെന്ത് ചെയ്ത്, അതിൻ്റെ ഇമകൾ അള്ളാഹു സൃഷ്ടിച്ചു. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ നമ്മൾ സാധാരണ നിലയിൽ രോമങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ മറ്റു രോമങ്ങളെ പോലെയല്ല കണ്ണിലെ രോമങ്ങൾ. നോക്കിയിട്ടുണ്ട്, കണ്ണിലെ ഇമകളുണ്ടല്ലോ, ഇമകളെ അള്ളാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത് ഈ കണ്ണടയ്ക്കുന്ന സമയത്ത് ഈ 2 ഇമകൾ തമ്മിൽ ഇങ്ങനെ ചേരത്തില്ല, ഇങ്ങനെ ഒട്ടിയിരിക്കും. എന്നിട്ട് രാത്രി സമയത്ത് ഇതിന് എന്തെങ്കിലും അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അള്ളാഹു ഒരു പ്രത്യേക പശ സൃഷ്ടിച്ചു, അവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. നമ്മളതിനെ എന്ത് പറയും, പീള എന്നൊക്കെ പറഞ്ഞതിന്, പീള എന്താ കഴുകിക്കളയൊക്കെ എന്നാ ചോദിക്കും. ഇല്ല, എൻ്റെ കണ്ണിൽ മൊത്തം പീള ഇരിക്കുന്നില്ല, എന്താ കഴുകാത്തതെന്ന് ചോദിക്കും. അള്ളാഹു സൃഷ്ടിച്ചൊരു പശയാണ്. എന്തിനു വേണ്ടി? രാത്രി സമയത്ത് ഈ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി. കണ്ണടയ്ക്കുന്ന സമയത്ത് ഈ പീള എന്ന് പറയുന്ന നേർത്ത പശ കൊണ്ട് അള്ളാഹു തആല എന്ത് ചെയ്യുന്നു, ഒട്ടിച്ചു വെച്ചിരിക്കുക. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അലം നജ്അൽ ലഹു ഐനൈൻ, അലം നജ്അൽ ലഹു ഐനൈൻ. ഇന്നത്തെ ശാസ്ത്രീയമായ നിലയിൽ നമ്മൾ പരിശോധിച്ച് നോക്കുവാണെങ്കിൽ കണ്ണിനകത്ത് റെറ്റീന എന്ന് പറയുന്നൊരു പാളിയുണ്ട്, ഒരു സാധനം. ഇപ്പം ഞാനിപ്പം സിത്താർ നോക്കുമ്പം റെറ്റീനക്കകത്ത് പതിയുന്നത് ഓപ്പോസിറ്റായിട്ടാണ് വരുന്നത്, മഴക്കൂസായിട്ടാണ് വരുന്നത്. എന്നിട്ട് അതിനെ ശരിയായ നിലയിൽ കാണുന്നതിന് വേണ്ടി ഇന്നത്തെ ശാസ്ത്രീയ കണ്ടുപിടുത്തം, ശാസ്ത്രത്തിൽ പഠിക്കുന്നതാണ്. അതായത് 11 കോടി മുതൽ 13 കോടി വരെ ഗ്രാഹ്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല ഉള്ളിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇത്ര 13 കോടി ഗ്രാഹികൾ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുക. എന്തിനു വേണ്ടി? കറക്റ്റായിട്ട് ഇതിനെ നമുക്ക് പ്രതിബന്ധമാക്കി തരുന്നതിന് വേണ്ടി. സുബ്ഹാനല്ലാഹ്. അലം നജ്അൽ ലഹു ഐനൈൻ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്ന് മാത്രമല്ല, നിറങ്ങൾ നമ്മൾ സാധാരണ പറയാറുണ്ട് 4 നിറമുണ്ട്, 10 നിറമുണ്ട്, 10 നിറങ്ങൾ എണ്ണപ്പെടുന്നത്. ഒരു മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് 1 മില്യൺ എത്രയാണ്? 10 ലക്ഷം. 10 ലക്ഷം നിറങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണിന് കൊടുത്തു. എത്ര? 10 ലക്ഷം നിറങ്ങളെ തിരിച്ചറിയാൻ. അലം നജ്അൽ ലഹു ഐനൈൻ. എന്ന് മാത്രമല്ല 500-ലധികം ചാരനിറങ്ങൾ. എത്ര? 500-ലധികം ചാരനിറങ്ങളെ അതിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കണ്ണിന് കൊടുത്തു. കമ്പ്യൂട്ടർ യുഗമാണല്ലോ ഇന്നത്തെ. മൊബൈലുകൾ വാങ്ങിക്കുമ്പം ആളുകൾ ആദ്യം ചോദിക്കുന്നത് എത്രത്തോളം ഇതിൻ്റെ ക്യാമറ എത്രത്തോളം ഫിറ്റാണെന്ന് ചോദിക്കും അല്ലേ. പുതിയ മൊബൈലുകൾ ഇറങ്ങുന്നതനുസരിച്ച് ക്യാമറയുടെ പവർ കൂടിക്കൊണ്ടിരിക്കും അല്ലേ. അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് ശക്തിയുള്ള ക്യാമറകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കണ്ണിൽ അല്ലാഹു തആല ഘടിപ്പിച്ചിരിക്കുന്നത്. അലം നജ്അൽ ലഹു ഐനൈൻ, അലം നജ്അൽ ലഹു ഐനൈൻ. നാം അവന് 2 കണ്ണുകൾ നൽകി. പ്രിയമുള്ളവരെ, ഓരോ മിനിറ്റിലും ഈ കണ്ണിൻ്റെ ഇമകളുണ്ടല്ലോ, നമ്മൾ അറിയാതെ തന്നെ ഇമകൾ വെട്ടിക്കൊണ്ടിരിക്കണം ഓരോ മിനിറ്റും. അത് ഇത്ര അളവിൽ അതിങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
അത് ഓരോ മണിക്കൂറാകുമ്പം അത് ആയിരക്കണക്കിന് പ്രാവശ്യം, വീണ്ടും അത് എന്ത് ചെയ്യുന്നു, ലക്ഷക്കണക്കിന് പ്രാവശ്യമായിട്ട് ഇതിങ്ങനെ എന്ത് ചെയ്യും, ഓരോ മണിക്കൂർ ഓരോ ദിവസം ഇങ്ങനെ. നമ്മൾ വിചാരിക്കും ഇത് കണ്ണ് അടയ്ക്കണ്ടെന്ന് വിചാരിച്ചാലും കണ്ണിലേക്ക് എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക് അടയുകയാണ് അല്ലേ? കാരണം എന്താ, അതിനകത്തൊരു ചെറിയൊരു മണ്ണ് വീണാൽ പോലും കണ്ണിന് തകരാറുണ്ടാവും അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല വരാതിരിക്കാൻ വേണ്ടി ഓട്ടോമാറ്റിക് ഇതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കമ്പ്യൂട്ടർ യുഗമല്ലേ യഥാർത്ഥത്തിൽ. ഈ കമ്പ്യൂട്ടർ അതിൻ്റെ ഏതെല്ലാം മടങ്ങുകൾ ഇങ്ങനെ അടുത്ത തലമുറകളിലും എവിടെല്ലാം ഡെവലപ്പായാലും ശരി, ഈ കമ്പ്യൂട്ടർ ഏറ്റവും സൂപ്പർ കമ്പ്യൂട്ടർ അല്ലേ, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം അത് ഫിറ്റ് ചെയ്ത് ഇവിടെ മനുഷ്യ ശരീരത്തിലാണ്. അലം നജഅൽ ലഹു ഐനൈൻ പറയപ്പെടുന്നുണ്ട്. ഒരു മണിക്കൂറിൽ 36,000 ഇൽമുകൾ, മാലൂമാത്തുകൾ, ഇൻഫർമേഷനുകൾ പ്രോസസ്സ് ചെയ്യാൻ, മനസ്സിലാക്കാനുള്ള ശക്തി അള്ളാഹു സുബ്ഹാനഹു വ തആല കണ്ണിന് കൊടുത്തിട്ടുണ്ട്. ഒരു മണിക്കൂറിൽ 36,000 മാലൂമാത്തുകൾ അവന് തിരിച്ചറിയാനുള്ള ശക്തി അള്ളാഹു കണ്ണിന് കൊടുത്തിരിക്കുകയാണ്. അലം നജഅൽ ലഹു ഐനൈൻ, നാം അവന് 2 കണ്ണുകൾ കൊടുത്തില്ല. ഈ ഒറ്റ നിഅമത്തിന് മാത്രം എത്രമാത്രം നമ്മൾ അള്ളാഹുവിന് ശുക്ർ ചെയ്താൽ മതിയാവും സഹോദരങ്ങളെ. ചെറിയ എന്തെങ്കിലും ഒരു സൈഡിൽ എന്തെങ്കിലും ഒന്ന് വേണം, നമ്മൾ ഉടനെ അല്ലോ എൻ്റെ കണ്ണെന്ന് പറഞ്ഞാൽ നമ്മൾ പോകത്തില്ലേ ഹോസ്പിറ്റലിലേക്ക്? അവരെത്രയാ പൈസ വാങ്ങിക്കുന്നത്? അഥവാ ഈ കണ്ണ് എന്തെങ്കിലും തിമിരോ മറ്റോ വാങ്ങിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും നല്ല ഡോക്ടറെ അന്വേഷിച്ച് പോകും. കാരണം എന്താ, അത്ര സെൻസിറ്റീവായ ഒരു അവയവമാണ്. ഇതിന് ചികിത്സ നടത്തുമ്പം എവിടെയും ഒരു പ്രശ്നം വരാൻ പാടില്ല എന്ന് നമ്മൾ 10 പേരെടുത്ത് ചോദിക്കും. ആ ഡോക്ടർ ഓക്കെ ആണോ? കണ്ണിൻ്റെ ആ ഡോക്ടർ. സാധാരണ പനിയോ തലവേദനയോ മറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ അങ്ങ് പോകും അല്ലേ? പക്ഷെ കണ്ണിൻ്റെ ചികിത്സ വിഷയം വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അന്വേഷിക്കും, അങ്ങനെ ഉണ്ട് ആ ഡോക്ടർ ഓക്കെ ആണോ, കുഴപ്പം. കാരണം എന്തെങ്കിലും ഒരു തകരാറ് സംഭവിച്ചാൽ പിന്നെ ജീവിതകാലം എല്ലാം അത് അനുഭവിക്കേണ്ടി വരും അല്ലേ? ഇത് പടച്ചവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനിച്ചിടം മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ, കാരുണ്യവാനായ പടച്ചവൻ അതിനൊരു കുഴപ്പവും സംഭവിക്കാതെ അള്ളാഹു നിലനിർത്തുമല്ലേ? നമ്മൾ അള്ളാഹുവിന് നമ്മൾ എത്ര കൊടുക്കണം, നമ്മൾ എത്ര ഫീസ് നമ്മൾ കൊടുക്കുന്നുണ്ട് പടച്ചവൻ. ഇതിന് തകരാറ് സംഭവിക്കാതെ അള്ളാഹു തആല നിലനിർത്തുവാണ്. അലം നജഅൽ ലഹു ഐനൈൻ. അല്ലാഹ്, നമുക്ക് ഈ കണ്ണില്ലെങ്കിൽ നമ്മുടെ ഉമ്മയെ, നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമ്മുടെ ഭാര്യയെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? നമ്മുടെ മക്കളെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ? ഖുർആൻ നോക്കിക്കൊണ്ട് വായിക്കാൻ നമ്മളെ ഒരു കണ്ണില്ലാത്തതിനടുത്ത് നോക്കി ചോദിച്ചാൽ അറിയാൻ പറ്റും അവൻ എത്രത്തോളം കൊതിക്കുന്നുണ്ടാവും എനിക്കൊരു കാഴ്ചശക്തിക്ക് വേണ്ടി. അലം നജഅൽ ലഹു ഐനൈൻ. അല്ലാഹു തആല പറയുകയാണ്, എൻ്റെ ഈ അനുഗ്രഹത്തിന് നിങ്ങൾ എങ്ങനെ നന്ദി രേഖപ്പെടുത്തേണ്ടത്? നിങ്ങളുടെ ഈ കണ്ണിന് കുറച്ച് സുറുമയിടണം. എങ്ങനെ സുറുമയിടണം? പരിശുദ്ധമായ ഖുർആൻ, എൻ്റെ കലാമം നിങ്ങൾ ഓതിക്കൊണ്ട് ഇതിന് സുറുമയിടണം. എങ്ങനെ? തക്തഹിൽ ബിഖിറാഅത്തിൽ ഖുർആൻ, അൽ-ഇക്തിഹാൽ ബിഖിറാഅത്തിൽ ഖുർആൻ. പരിശുദ്ധ ഖുർആന്റെ പാരായണം കൊണ്ട് നിങ്ങൾ കണ്ണിന് സുറുമയിടണം. നന്മകളിലേക്ക് നോക്കിക്കൊണ്ട്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് നോക്കിക്കൊണ്ട്, അള്ളാഹുവിൻ്റെ വിശാലമായ സൃഷ്ടി വൈഭവത്തിലേക്കും ആകാശഭൂമികളിലേക്കും അവൻ്റെ സൃഷ്ടി വൈഭവങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങളുടെ കണ്ണിനെ നിങ്ങൾ കുളിർമയാക്കണം. നിങ്ങളുടെ മാതാവിലേക്ക് നിങ്ങൾ നോക്കണം, നിങ്ങളുടെ മാതാപിതാക്കളിലേക്ക് നോക്കണം, മക്കളിലേക്ക് നോക്കിക്കൊണ്ട് അല്ലാഹുവേ പഠിച്ചവനെ നല്ല കണ്ണിന് കുളിർമയായ മക്കൾ. റബ്ബന ഹബലന മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അയ്ൻ. അല്ലാഹുവേ ഞങ്ങളുടെ കണ്ണുകളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഭാര്യമാരെയും ഒക്കെ ഞങ്ങളുടെ കണ്ണിന് ഞങ്ങളുടെ കണ്ണിന് കുളിർമയാക്കി തരണേ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു പറയുകയാണ്, അഥവാ നിങ്ങൾ ഈ കണ്ണ് എനിക്കിഷ്ടപ്പെടാത്ത വഴിയിൽ ഹറാമുകളിൽ ചെലവഴിച്ചാൽ നാളെ പരലോകത്തിൽ നിങ്ങളെ പിടിക്കും. നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിസാബുണ്ട്. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെക്കുറിച്ച് കണക്ക് ചോദിക്കും. അതിൽപ്പെട്ടതാണ് കണ്ണ്. ഈ കണ്ണ് ഏത് നിലയിൽ 7 വഴിയിൽ ചെലവഴിച്ചു. ഹറാമുകളിലേക്ക് മനുഷ്യൻ നോക്കുമ്പോൾ, പാവങ്ങളിലേക്ക് മനുഷ്യൻ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? അത് റിഫ്ലക്റ്റ് ചെയ്യും, അവൻ്റെ ഹൃദയത്തിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യും അല്ലേ? ഹൃദയം കറക്കും. കണ്ണും മനുഷ്യൻ്റെ ഹൃദയവുമായിട്ട് ഇങ്ങനെ കണക്റ്റഡ് ആയിരിക്കുക.
ഹൃദയത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു ഒരു കാര്യം ഇറക്കുന്നതിന് 4 വഴികളാണ് അല്ലേ? കണ്ണ്, അതുപോലെ തന്നെ നാക്ക്, പിന്നെ ചെവി, പിന്നെ അവൻ്റെ അക്കല്. ഇതൊക്കെ ഹൃദയത്തിലേക്കുള്ള വഴികളാണ്. മനുഷ്യൻ ഈ വഴികളെ തെറ്റായ വഴികൾ യൂസ് ചെയ്താലോ അവൻ്റെ ഹൃദയം കറക്കും. ശരിയായ വഴിയിൽ യൂസ് ചെയ്താലോ നല്ലതാണ് കേൾക്കുന്നത്, നല്ലതാണ് ചിന്തിക്കുന്നത്, നല്ലതാണ് പറയുന്നത്, നല്ലതാണ് കാണുന്നത്, ഹൃദയവും നല്ലതാവും. കൽബുൻ സലീമാകും അല്ലേ? കൽബുൻ സലീമാകും. സലീമായ ഹൃദയം. ആ ഹൃദയത്തിനകത്ത് ഒന്നുമില്ല, ആരെക്കുറിച്ചും ഒരു പകയോ വിദ്വേഷമോ ഒന്നുമില്ല. അള്ളാഹു മാത്രം. സംശുദ്ധമായ ഹൃദയം. അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരുടെയും അഴുക്കുകളിലേക്ക് നോക്കാത്ത കണ്ണ്, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ചകഞ്ഞു നോക്കാത്ത കണ്ണ്. അള്ളാഹ് അത്ര നല്ല കണ്ണാത്. നന്മകൾ മാത്രം കാണുന്ന കണ്ണ്. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 2 കണ്ണുകൾ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമുള്ള കണ്ണാണ്. 2 കണ്ണുകൾ. ഒന്നാമത്തെ കണ്ണ് ഏതാണ്? ഐനുൻ ബാത്തത് ഫീ ഹിറാസത്തില്ലാ. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വഴിയിൽ ഉറക്കമിളച്ചുകൊണ്ട് കാത്തിരിക്കുന്ന കണ്ണ്. എവിടെയെങ്കിലും ശത്രുക്കൾ ഏതെങ്കിലും വഴി കൂടെ കടന്നു വരുന്നുണ്ടോ? വിശ്വാസികൾക്ക്, മുസ്ലിമീങ്ങൾക്ക് അവർക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ വരാതെ 4 ഭാഗം നോക്കിക്കൊണ്ട് എല്ലാവരും ഉറങ്ങുന്നു. പക്ഷേ ഈ മനുഷ്യൻ ഉറക്കമിളച്ചിരിക്കുന്ന കണ്ണ്. അതൊക്കെ വലിയ ഇഷ്ടമാണ്. രണ്ടാമത്തെ കണ്ണെന്താണ്? ഐനുൻ ബക്കത് മിൻ ഖശ്യത്തില്ലാ. അള്ളാഹുവിൻ്റെ ഭയത്താൽ കരയുന്ന കണ്ണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയാൽ, ഭയത്താൽ കരയുന്ന കണ്ണ്. ഇത് 2 കണ്ണ് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമുള്ള കണ്ണ്. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. 7 കൂട്ടം ആളുകൾക്ക് നാളെ പരലോകത്തിൽ അർശിൻ്റെ തണൽ അള്ളാഹു കൊടുക്കും. എത്ര കൂട്ടം ആളുകൾക്ക്? 7 കൂട്ടം ആളുകൾ. പ്രിയമുള്ളവരെ, ആ 7 കൂട്ടത്തിൽ ഒരാളാണ് ആര്? റജുലുൻ ദക്കറല്ലാഹ ഖാലിയ വഫാലത് ഐനാഹു. ഇങ്ങനെ റജുലുൻ ദക്കറല്ലാഹ ഖാലിയ വഫാലത് ഐനാഹു. ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ഓർത്ത്, അള്ളാഹുവിൻ്റെ സ്മരണയിലായിട്ട് കഴിയുന്നു. അള്ളാഹുവിൻ്റെ ഓർത്ത് അവന് പൊട്ടി അവൻ കരയുകയാണ്. പടച്ചവൻ്റെ സ്മരണയിലായിട്ട് അവൻ ഒറ്റയ്ക്കിരുന്ന് ഖൽവത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നു, ദുആ ചെയ്യുന്നു, ദിക്ർ ചെയ്യുന്നു, ഇബാദത്ത് ചെയ്യുന്നു. അങ്ങനെ വഫാലത്ത് ഐനാഹു, അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരിങ്ങനെ ധാരധാരയായിട്ട് ഒഴുകുക. അള്ളാഹു നമ്മളെ ആ ഗണത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. മുഅ്മിനീങ്ങളുടെ വിശേഷണമായിട്ട് റസൂലുള്ളാഹി പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ അള്ളാഹു തആല പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂൻ. ആയത്തേതാണ് സത്താർ സാഹിബ്? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്ഹും ഈമാനൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ എന്ന് പറഞ്ഞു. വേറെ ഭാഗത്ത് അല്ലാഹു തആല എന്ത് പറഞ്ഞു? തജാഫാ ജുനൂബുഹും അനിൽ മളാജി യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അതിന് മുമ്പല്ലേ അല്ലേ? മുഅ്മിനീങ്ങൾ അവർ അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതിക്കേൽപ്പിക്കപ്പെടുമ്പോൾ ഖർറു സുജ്ജദ, അവരെന്ത് ചെയ്യും? സുജൂദിലേക്ക് വീഴുന്ന. പ്രിയമുള്ളവരെ, പടച്ചവൻ്റെ കലാമുകൾ അവർ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? സുജൂദിലേക്ക്, ഖർറു സുജ്ജദ. അള്ളാഹു ആ ഗണത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ കണ്ണുകളെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാട്ട്, അള്ളാഹുവിൻ്റെ തൃപ്തിയിലാട്ട് നമ്മൾ ചെലവഴിക്കുന്നു. അലം നജഅൽ ലഹു ഐൻ. 4 കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് തന്നെ ഇബാദത്താണ്. വെറുതെ നോക്കൽ ഇബാദത്താണ്. അതിലൊന്നാണ് ഒരാൾക്ക് ഖുർആൻ ഓതാൻ അറിയാം, വെറുതെ ഇങ്ങനെ ഖുർആൻ തുറന്ന് നോക്കിക്കൊണ്ടിരുന്നു. കണ്ണുകൊണ്ട് നോക്കുവാണ്. ഇൻഷാ അല്ലാഹ് ഇബാദത്ത്, നന്മ ഇങ്ങനെ എഴുതിക്കൊണ്ട്. പരിശുദ്ധമായ കഅബ ശരീഫിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾ. തവാഫൊക്കെ ചെയ്തങ്ങ് ക്ഷീണിച്ച് മടുത്ത് പിന്നെന്ത് ചെയ്ത് ഒഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് മാറിയിരുന്ന് കഅബ ശരീഫ് ഇങ്ങനെ നോക്കുക. അല്ലാഹുവേ, നിന്റെ ഭവനം
ഇത്ര അളമത്തുള്ളതാണ് പടച്ചവനെ. അല്ലാഹുമ്മ സിദ് ഹാദൽ ബൈത തശ്രീഫൻ വ തക്രീമൻ വ തഅലീമ. അല്ലാഹുവേ, നിന്റെ ഈ വീടിന് നീ അതിൻ്റെ തശ്രീഫും അതിൻ്റെ ആദരവും അതിൻ്റെ മഹത്വവും അതിൻ്റെ ഷറഫും നീ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കണേ പടച്ചവനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ ഭൂലോകത്തുള്ള നിന്റെ ഭവനങ്ങളുടെ കൂട്ടത്തിൽ എത്ര നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിന്റെ വീടാണല്ലോ പടച്ചവനെ. വീടിൻ്റെ മുറ്റത്ത് നീ എന്നെ എത്തിച്ചില്ല പടച്ചവനെ. നീ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അള്ളാഹുവിൻ്റെ കഅബയിൽ നോക്കിക്കൊണ്ടിരിക്കും. ഈമാനുള്ള ഹൃദയത്തോടുകൂടി, ഈമാനുള്ള മനസ്സോടുകൂടി ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ ഭവനത്തെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ, ഒരു മാസം നോക്കിക്കൊണ്ടിരുന്നാലും മതിയാകത്തില്ല, പിന്നെയും കാണണം എന്നുള്ള ആഗ്രഹം. ഈമാൻ ഇല്ലാതെ നോക്കിയാലോ മതി, പോകാൻ പറയും. ഉംറ കഴിഞ്ഞ് തിരിച്ചു പോകാൻ പറയും, മതി, ചടങ്ങ് പോലെ ആയിപ്പോകും. ഈമാനുള്ള അവസ്ഥയിൽ നമ്മൾ പരിശുദ്ധമായ ഹറമിലെത്തി, അള്ളാഹുവിൻ്റെ വീടിൻ്റെ മുറ്റത്തെത്തി, എത്ര തവാഫ് ചെയ്താലും നമുക്ക് മതിയാകത്തില്ല. തിരിച്ച് നമ്മൾ അവിടെ നിന്ന് ഉംറ കഴിഞ്ഞ് പിരിയുമ്പോഴോ കരയുന്ന കണ്ണുകളുമായിട്ടായിരിക്കും. അള്ളാഹുവേ, ഇനിയും ഈ വീടിൻ്റെ മുറ്റത്ത് തന്നെ എത്തിക്കണേ പടച്ചവനെ. കാരണം അള്ളാഹുവിൻ്റെ വീടിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം, അനുകമ്പ, വല്ലാത്ത ഒരു വൈകാരികമായ ഇഷ്ക് ബന്ധം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ഉമ്മമാര്, മാതാപിതാക്കള് വെറുതെ നോക്കിക്കൊണ്ടിരിക്കല് ഇബാദത്താണ്. സ്വന്തം ഉമ്മയെ നോക്കിക്കൊണ്ടിരിക്കല് ഇബാദത്താണ് അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങള്, നമ്മുടെ ഭാര്യമാര് നമ്മൾ ആവശ്യമില്ലാത്ത അവിടെയൊക്കെ പോയി നോക്കുന്നുണ്ട്. നമ്മുടെ ഭാര്യമാരോടൊപ്പം അടുത്തിരുന്ന് ചേർന്നിരുന്ന് അവരെ നോക്കിക്കൊണ്ട്, അവരോടൊപ്പം മക്കളെ നോക്കിക്കൊണ്ട് കുറച്ച് സമയം നമ്മൾ ചെലവഴിക്കുക. അതുപോലെ തന്നെ അള്ളാഹു തന്ന ഈ കണ്ണുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ, ഹദീസുകൾ നമ്മൾ വായിക്കുക. ഈ കണ്ണുകൊണ്ട് അൽഹംദുലില്ലാഹ്, ഈ കണ്ണിൻ്റെ കാഴ്ച എൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ, തങ്ങളെ നമുക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷെ തങ്ങളുടെ ഹദീസുകൾ വായിക്കുമ്പോൾ തങ്ങൾ നമ്മുടെ മുമ്പിലുള്ളതുപോലെയാണ്. തങ്ങളുടെ മേൽ നമ്മൾ സലാത്തുകൾ അധികരിപ്പിക്കുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീറത്തുകൾ, ചരിത്രങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ സീറത്ത് നമ്മൾ വായിക്കുക, മറ്റുള്ളവർ കേൾക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് ഈ കണ്ണ് തന്നത്. മഹത്തുക്കളായ പ്രവാചകന്മാരുടെ ഖസസുകൾ, അവരുടെ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുക. അള്ളാഹു തന്ന കണ്ണല്ലേ. സഹാബാക്കളുടെ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുക. ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ കണ്ണിന് ഇങ്ങനെ പ്രകാശമായി മാറും. ഇതിൻ്റെ ഒക്കെ നന്മകൾ ഇങ്ങനെ എഴുതപ്പെടും. കാരണം കണ്ണിൻ്റെ ശുക്രാണ്. ഈ ശുക്രു അലാ ഹാദിഹി നിഅമ, ഈ നിഅമത്തിന് അള്ളാഹു നമ്മൾ ശുക്ർ ചെയ്യുവാൻ. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഥവാ നമ്മൾ അനാവശ്യങ്ങൾ, ഹറാമുകൾ, തിന്മകൾ, പാവങ്ങൾ, അതിലേക്കൊക്കെ നമ്മുടെ കണ്ണുകൾ പോയി കഴിഞ്ഞാലോ കണ്ണുകളുടെ പ്രകാശം നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കണ്ണുകളുടെ പ്രകാശം നഷ്ടപ്പെട്ടു പോകും സഹോദരൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനകളിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ജഅൽ ഫീ ഐനി നൂറ ഫീ ഖൽബി നൂറ വഫീ ബസരി നൂറ വഫീ ലിസാനി നൂറ വഅൻ യമീനി നൂറ വഅൻ ശിമാലി നൂറ അല്ലാഹുമ്മ ജഅൽനി നൂറ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, നീ എൻ്റെ കണ്ണിന് പ്രകാശം നൽകണമേ, എൻ്റെ ചെവിക്ക് നീ പ്രകാശം നൽകണമേ, എൻ്റെ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും നീ പ്രകാശം നൽകണമേ, എൻ്റെ ഹൃദയത്തിന് നീ പ്രകാശം നൽകണമേ, എന്നെ തന്നെ നീ നൂറാക്കണമേ, പ്രകാശമാക്കണമേ. അതാണ് റസൂൽ പഠിപ്പിച്ച ദുആയാണ് സഹോദരങ്ങളെ. കണ്ണിൻ്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ രണ്ടു തരം പ്രകാശമുണ്ട്. അല്ലാഹു തആല മുസ്ലിമീങ്ങൾക്കോ ഒക്കെ നമ്മുടെ ഇവിടുത്തെ ഒരു ഐ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ, നല്ല കണ്ണിന് നല്ല പ്രകാശമുണ്ട്, ഒരു കുഴപ്പമില്ല, പൊയ്ക്കോളാൻ പറയും, കണ്ണാടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ പ്രകാശമല്ല സഹോദരങ്ങളെ. അല്ലാഹു തആല പറഞ്ഞ പ്രകാശം ഏതാണ്? ഈമാൻ്റെ പ്രകാശം, അമലുകളുടെ പ്രകാശം, ഖുർആന്റെ പ്രകാശം, ദീനിൻ്റെ പ്രകാശം, ഹിദായത്തിൻ്റെ പ്രകാശം, അള്ളാഹുവിനെ കാണാനുള്ള പ്രകാശം. നമ്മളിവിടെ നിന്ന് ഈ കണ്ണിന് ഇങ്ങനെ പ്രകാശം നല്ല ക്വാളിറ്റി ആക്കി, പ്രകാശം നല്ല പവർ ആക്കിയിട്ട് ആഖിറത്തിലേക്ക് പോകുമ്പോൾ അള്ളാഹെ കാണണം. അള്ളാഹുവിനെ കാണാനുള്ള കണ്ണ് നമുക്ക് ദുനിയാവിൽ വെച്ച് കണ്ണിനെ പ്രകാശിപ്പിച്ചു കൊണ്ടുപോയെങ്കിലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ സഹോദരങ്ങളെ. റസൂലുള്ളാഹി പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ സൂറത്ത് കഹ്ഫിന്റെ അവസാനത്തെ ആയത്ത് പറയാം മുഹമ്മദ് സാഹിബ്.
ഖുൽ ഇന്നമാ അന ബശറും മിത്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്. പിന്നെ അതെ നമ്മുടെ ഉസ്മാൻ സാഹിബ് ഒന്നുണ്ടില്ലയോ, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, ആരെങ്കിലും തൻ്റെ രക്ഷിതാവിൻ്റെ ദർശനത്തെ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, കൊതിക്കുന്നുണ്ട് എങ്കിൽ, ഫൽയഅമൽ അമലൻ സാലിഹാ, അവൻ സാലിഹായ അമലുകൾ, കർമ്മങ്ങൾ ചെയ്തുകൊള്ളട്ടെ. സാലിഹായ അമലുകളിലൂടെ നമ്മുടെ കണ്ണിനെ നമ്മളെ പ്രകാശിപ്പിക്കണം. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, തൻ്റെ രക്ഷിതാവിൻ്റെ ആരാധനയിൽ, ഇബാദത്തിൽ അവൻ ആരെയും പങ്കുവെക്കാൻ പാടില്ല. ഹൃദയത്തിൽ അല്ലാഹ് മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ. ധാരാളം നബവിയായ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഒരു ദുആയാണ്, അല്ലാഹുവേ നാളെ പടച്ചവനെ, നാളെ ആഖിറത്തിൽ നിന്റെ ദർശനം കൊണ്ട് എൻ്റെ കണ്ണിനെ നീ കുളിർമയാക്കി തരണമേ. എന്താ പറഞ്ഞു? നിന്റെ ദർശനം കൊണ്ട് എൻ്റെ കണ്ണിനെ കുളിർമയാക്കി തരണമേ. ആ ദർശനം വെറുതെ കിട്ടുമോ സഹോദരങ്ങളെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആഖിറത്തിൽ അള്ളാഹു കൊടുക്കുന്ന സ്വർഗത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അവൻ മറന്നുപോകും അള്ളാഹുവിൻ്റെ ലിഖാഇൻ്റെ സമയത്ത്. പടച്ചവൻ്റെ ദർശനത്തിൽ ഒരു മുഅ്മിൻ ഇങ്ങനെ കൊതിക്കും, ആഗ്രഹിക്കും. ആ ദർശനം കിട്ടിയാൽ 10,000 വർഷം അള്ളാഹുവിനെ നോക്കിക്കൊണ്ടിരുന്നാലും അവന് മതിയാകത്തില്ല. സ്വർഗത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും മറന്നുപോകും റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ ദർശനം. പ്രിയമുള്ളവരെ, അത് കിട്ടണമെങ്കിൽ വെറുതെ കിട്ടുമോ? കിട്ടത്തില്ല. നമ്മുടെ അള്ളാഹു നൽകിയ ഈ കണ്ണിനെ അള്ളാഹുവിന് തൃപ്തിപ്പെട്ട വഴിയിൽ നമ്മൾ ചിലവഴിച്ച് അതിൻ്റെ ശുക്ർ രേഖപ്പെടുത്തി അള്ളാഹുവിൻ്റെ കുദറത്തുകൾ, കഴിവുകൾ അത് മനസ്സിലാക്കുന്നതിനും ചിന്തിക്കുന്നതിനും വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അള്ളാഹു നമുക്ക് നൽകും. സാലിഹായ അമലുകൾ കൊണ്ട് നമ്മുടെ കണ്ണിന്, നമ്മുടെ ഹൃദയത്തിന്, ശരീരത്തിന്, അവയവങ്ങൾക്ക് പ്രകാശം നൽകണം സഹോദരൻ. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുള്ള അവസരമാണ് അള്ളാഹു താല നമുക്ക് ഈ ദർസ്, പരിശുദ്ധമായ ഖുർആനിൻ്റെ ഈ ദർസുകളിലൂടെ നമുക്ക് കിട്ടുന്നത്. പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കും. പഠിച്ചവനെ, നീ തന്ന കണ്ണ് നിനക്ക് ഇഷ്ടപ്പെട്ട വഴിയിൽ നിന്റെ കലാമിനെ മനസ്സിലാക്കാൻ ഓതാനും. ഞങ്ങൾ ഈ യാത്രയിൽ ഈ അവധിക്ക് പോയപ്പം മേൽവിശാര എന്ന സ്ഥലത്ത് പോയി. നമ്മുടെ എൻ്റെ ഉസ്താദന്മാരും എന്നെ പഠിപ്പിച്ച ഉസ്താദും ഒക്കെ പഠിച്ച് ഞങ്ങളൊന്ന് പോയതാണ്. മേൽവിശാരത്ത് പോയപ്പോൾ ഒരു സ്ഥലത്ത് ഒരു മദ്രസയിൽ പോയി. ആ മദ്രസയെ കണ്ണ് കാണാൻ വയ്യാത്തവർക്ക് വേണ്ടിയുള്ള മദ്രസയാണ് അഷ്റഫ് ഖാദർ. ഞങ്ങൾ പോയത് ജസ്റ്റ് ഒരു സമയമില്ല, അങ്ങ് തിരിച്ചങ്ങ് പോകേണ്ടതാണ്. ഒരു 10 മിനിറ്റ് ഒന്ന് കയറി ഇറങ്ങാം. സുബ്ഹാനല്ലാഹ്, അവിടെ പോയി നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച്, കണ്ണിൻ്റെ അള്ളാഹു നൽകിയ എത്ര വലിയ അനുഗ്രഹമാണ്. അലം നജഅൽ ലഹു ഐനൈൻ. കണ്ണ് കാണാൻ വയ്യാത്ത മക്കൾ അവിടെ നിന്ന് പഠിക്കുകയാണ്, ഖുർആൻ പഠിക്കുകയാണ്. അവിടുത്തെ ഉസ്താദ് ഞാൻ ഓരോരുത്തരെ കൊണ്ടുവന്ന് ഓതൽ കേൾപ്പിക്കുകയാണ്. ഇന്ന സൂറത്തോത്, ഇന്ന പേജ് ഓത്. കണ്ണ് കാണാൻ വയ്യ, ആ കുഞ്ഞുങ്ങൾ ഓതുവാണ്. എത്രാമത്തെ ആയത്താണിത്? ആയത്ത് നമ്പർ പറയുവാണ്. ഞാൻ ഇന്നലെ ആലോചിച്ചു, ഉസ്താദേ ഞാനൊരു ഹാഫിളാണ്, കണ്ണ് കാണാം, എനിക്കിതുപോലെ പറയാൻ കഴിയത്തില്ല. എത്രാമത്തെ പേജാണ്, എത്രാമത്തെ ആയത്താണ്, എത്രാമത്തെ സൂറത്താണ്. എന്നിട്ട് കിതാബ് പഠിക്കുന്ന സെക്ഷൻ, ശരിയ കോഴ്സ് പഠിക്കുന്നവർക്ക് ഓരോ കിതാബുകളുണ്ടല്ലോ, ഓരോ ക്ലാസ്സിൽ. 1ാം ക്ലാസ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, പിന്നെ 2nd ലെവൽ, 3rd ലെവൽ, ഒരു ലെവലുകൾ, അതനുസരിച്ച് കിതാബുകൾ. അവരിന്ന് പഠിക്കുവാണ്. കാഴ്ച കാണാൻ അവർക്ക് സെപ്പറേറ്റ് ബുക്സുകളാണല്ലോ കിതാബുകൾ. അതെല്ലാം ഹദീസിൻ്റെ കിതാബ്, ബുഖാരി ഷരീഫ്, ഹദീസിൻ്റെ കിതാബുകൾ. ഇവരിന്ന് പഠിക്കുവാണ്, കൈവച്ചിട്ട് ഹദീസ് വായിക്കും. കാരണം ബാഹ്യമായിട്ട് നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല അതിനകത്ത്. പിന്നെ ഞങ്ങൾ പോയപ്പോൾ ഒരു ഹൽക്ക കണ്ടപ്പോൾ പഠിപ്പിക്കുന്ന ഉസ്താദും കണ്ണ് കാണാൻ വയ്യാത്തവർ, പഠിക്കുന്നവരും കണ്ണ് കാണാൻ വയ്യാത്ത, കണ്ണ് കാണാൻ വയ്യാത്ത ഉസ്താദ് ഹിഫ്ള് പഠിപ്പിക്കുകയാണ്, പഠിക്കുന്നവരും അല്ലാഹ്, അവർക്ക് എത്രത്തോളം ഇതിൻ്റെ വില അവർ മനസ്സിലാക്കുന്നുണ്ട്. അലം നജഅൽ ലഹു ഐനൈൻ, 2 കണ്ണുകൾ നൽകി. അവർക്ക് അല്ലാഹു തആല ഉൾക്കാഴ്ച കൊടുത്തു, ഭയങ്കര കഴിവ് കൊടുത്തു. പഠിച്ച് നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കി
അവന് ശുക്ർ ചെയ്യാൻ പടച്ചവൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള കൂട്ടുകാരെ, നിങ്ങളുടെയൊക്കെ സപ്പോർട്ടോടെ സഹകരണത്തോടു കൂടി നമ്മുടെ കുവൈത്തിലും നാട്ടിലും ഒക്കെ ഉള്ള ഒരുപാട് നമ്മുടെ സഹോദരങ്ങളുടെയൊക്കെ സപ്പോർട്ട് സഹകരണത്തോടു കൂടിയുള്ള നമ്മുടെ മഹത്തായ ജാമിയ ആയിഷ സിദ്ദീഖ് അൽഹംദുലില്ലാഹ് ഇന്ന് അതിൻ്റെ അക്കാഡമിക്കിന് 3 ദിവസത്തെ ക്യാമ്പിന് തുടക്കം കുറിച്ചു. വളരെ നല്ല റിസൾട്ടായിരുന്നു. ആദ്യമായിട്ട് തന്നെ താലീമി രംഗത്തിന് തുടക്കം കുറിച്ചു. അതിനുവേണ്ടി സഹകരിച്ച സപ്പോർട്ട് എല്ലാവർക്കും അള്ളാഹു ഒരുപാട് കൂലി നൽകട്ടെ. കാര്യമായിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആ സ്ഥാപനത്തിന് വേണ്ടി ദുആ ചെയ്യണം. അൽഹംദുലില്ലാഹ് അവിടെ വന്ന് ഈ ആദ്യത്തെ ദിവസം ഫസ്റ്റ് വന്ന മക്കളൊക്കെ വലിയ ഹാപ്പിയാണ്. അൽഹംദുലില്ലാഹ് അള്ളാഹു അവർക്കൊക്കെ ഒരുപാട് കൂലി നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. കാരുണ്യവാനായ അല്ലാഹു, കരുണയുള്ള പടച്ചവനെ, കൃപയുള്ള തമ്പുരാനെ, ഞങ്ങളുടെ പാവങ്ങളെ നീ പുറത്ത് മാപ്പാക്കി താ അല്ലാഹ്. പാവരഭീതമായ ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ പടച്ചവനെ. നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ റസൂലിന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഒരു മാസത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് പടച്ചവനെ. അല്ലാഹുവേ, ഹബീബായ തങ്ങളോട് മനസ്സ് നിറഞ്ഞ സ്നേഹം ഞങ്ങൾക്ക് തരണേ തങ്ങൾ. അല്ലാഹുവേ, തങ്ങളുടെ സുന്നത്തുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകണേ പടച്ചവനെ. അല്ലാഹു, നീ ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായ കണ്ണുകൾ അല്ലാഹു നിനക്ക് പൊരുത്തപ്പെട്ട വഴിയിൽ ചിലവഴിക്കാൻ തൗഫീഖ് തരണേ പടച്ചവനെ. നിന്റെ അനുഗ്രഹങ്ങൾ കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ പടച്ചവനെ. ഹറാമുകളിൽ നിന്ന് നോക്കുന്നതിൽ ഞങ്ങളുടെ കണ്ണുകളെ നീ സൂക്ഷിച്ചു പടച്ചവനെ. അല്ലാഹു, ഹറാമുകളിലേക്ക് പോകാതെ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ പടച്ചവനെ. നിന്റെ വിശാലമായ സൃഷ്ടി വൈഭവത്തെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. നിന്റെ പരിശുദ്ധമായ ഖുർആൻ, നിന്റെ കലാം നോക്കി ഓതി പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനുമുള്ള തൗഫീഖ് അല്ലാഹുവേ നീ തരണേ പടച്ചവനെ. ഞങ്ങളുടെ കുടുംബത്തെയും മക്കളെയും എല്ലാവരെയും എൽമിൻ്റെ, ദീനിൻ്റെ, ഖുർആനിൻ്റെ അഹ്ലുകാരാക്കണേ പടച്ചവനെ. മഹത്തായ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മറിയം അക്കാഡമി, ജാമിയ ആയിഷ സിദ്ദീഖ് അല്ലാഹുവേ നീ സ്വീകരിക്കണേ പടച്ചവനെ. അല്ലാഹു, ഇന്ന് അതിൻ്റെ ദറസ് തുടങ്ങി നീ കബൂലാക്കണേ പടച്ചവനെ. ആ കുഞ്ഞുങ്ങളെ നീ ഏറ്റെടുക്കണേ പടച്ചവനെ. മുമ്പോട്ടുള്ള എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കണേ പടച്ചവനെ. ശരീരം കൊണ്ട്, സമയം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, പ്രാർത്ഥനകൾ കൊണ്ട്, മനസ്സുകൊണ്ട് ആ മഹത്തായ സ്ഥാപനങ്ങളെ ആരെല്ലാം ഏതെല്ലാം നിലയിൽ സഹായിക്കുന്നു, നാട്ടിലും വിദേശത്തും, അവർക്കെല്ലാം നീ വമ്പിച്ച പ്രതിഫലം ഒരു ലോകത്ത് നൽകണേ പടച്ചവനെ. നമ്മുടെ മക്കളെ നീ ഹാഫിലിങ്ങളാക്കണേ അല്ലാഹ്, ദീനിൻ്റെ അഹ്ലുകാരാക്കണേ പടച്ചവനെ. പ്രത്യേകിച്ച് അല്ലാഹുവേ പടച്ചവനെ, ഈ ദറസിൽ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ, സഹോദരങ്ങൾ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. വലിയ ആഗ്രഹത്തോടെ, ദാഹത്തോടെ നിന്റെ കലാമ് പഠിക്കാനുള്ള താല്പര്യത്തിൽ, ആഗ്രഹത്തിൽ അള്ളാഹുയോട് ഒരുമിച്ച് കൂടിയവരാണ് പടച്ചവൻ. എല്ലാവരെയും നീ സ്വീകരിക്കണേ പടച്ചവൻ, കബൂലാക്കണേ പടച്ചവൻ. അവരെല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ പടച്ചവൻ. വിഷമങ്ങൾ, സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. നീ നൽകിയതിൽ ബർക്കത്ത് ചെയ്യണേ പടച്ചവനെ. ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ സ്വീകരിക്കണേ പടച്ചവനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.